ഒരു റമദാൻ അധികം ജീവിക്കുക എന്ന് പറയണത് ഈ ദുനിയാവിന്ന് കിട്ടുന്ന വലിയ തൗഫീഖ. വെറുതെ വല്യവന റമദാൻ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ റമദാൻ നമുക്ക് എതിര് സാക്ഷിയായി പോകും. ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് തന്നെ റമദാനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിലൊന്നായ നോമ്പിന്റെ മാസമായ റമദാൻ അൽഹംദുലില്ലാ സമാഗതമായിരിക്കുകയാണ്. റമദാൻ മാസം എന്താണ് അതിന്റെ പ്രത്യേകത? ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ടും നോമ്പ് അള്ളാഹു ഫർളാക്കിയതാണ് എന്ന് അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടും വേറെ ആരെയും കാണിക്കാനില്ലാതെ കാണിക്കുക എന്ന ലക്ഷ്യമില്ലാതെ ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. റമളാൻ എന്ന പേരിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ നോമ്പ് മാസത്തിന് റമളാൻ എന്ന പേര് വെക്കാനുള്ള കാരണം എന്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റമളാൻ മാസത്തിൽ സത്യവിശ്വാസികളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ആ പാപങ്ങളെ അള്ളാഹു കരിച്ചു കളയുകയും ചെയ്യുമെന്ന്. നമ്മുടെ പാപങ്ങളെ പൊറുക്കപ്പെടുന്ന മാസമാണ്, പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് വിശുദ്ധമായ റമളാൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു കാര്യമാണ്, റമളാൻ മാസം ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ, ആ വ്യക്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രവാചകനോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറയുകയും ചെയ്തു.